ഹായ് ഫ്രണ്ട്സ്, ഹെൽപ്പ് മീ ലേൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്നത്തെ വീഡിയോ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ ഞാൻ ചെയ്യുന്ന രീതി ഞാനിവിടെ വീഡിയോ ആയിട്ട് ഇടുന്നു. ഇങ്ങനെ ചെയ്യാത്തവർ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരിച്ചിരി വ്യത്യാസമുണ്ട്, ഒരു വെറൈറ്റി ആയിട്ടാ. പക്ഷെ പലരും ചെയ്യുന്നുണ്ടാകാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതായത് നല്ല സ്പോഞ്ചി ആയിട്ട് മുട്ട പൊരിച്ചെടുക്കുന്നത്, അതായത് മുട്ട ഓംലെറ്റ്, എഗ് ഓംലെറ്റ്. ഇത് കണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നവർ ഇവിടെ കമന്റ് ഇടണേ, നിങ്ങൾ ഇങ്ങനെയാ ചെയ്യുന്നതെന്ന്. അതിനുവേണ്ടി ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്, കോഴിമുട്ടയാണേ. പിന്നെ അതിലേക്ക് സവാളയുള്ളി, അരമുറി സവാള എടുത്തേക്കുന്നത്, അത് ഇച്ചിരി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ലേശം, ഒത്തിരിയല്ല, ലേശം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. തേങ്ങ കണ്ടോ എത്രയാന്ന്, ഒരു 2 ടേബിൾ സ്പൂൺ വരും. പിന്നെ നമുക്ക് വേണ്ടത് ലേശം കുരുമുളക് പൊടി, ഒത്തിരിയില്ല. കുരുമുളക് പൊടി നിങ്ങളുടെ എരിയും അതിന്റെ ടേസ്റ്റും അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം കുറയ്ക്കാം. അതിന്റെ ആ ഒരു മണവും ടേസ്റ്റും ഇഷ്ടമുള്ളവർക്ക് കൂട്ടാം. പക്ഷെ അപ്പോൾ എരി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. ഞാനിവിടെ മുളക് പൊടിയായി ഇടുന്നത്, കാരണം നിങ്ങൾക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടാം. പക്ഷെ ഇത് ഇടയ്ക്ക് കടിച്ചാൽ അത് പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി നിങ്ങളുടെ ഏരിയ അനുസരിച്ച് ഇടാം. പിന്നെ എടുത്തിരിക്കുന്നത് കണ്ടോ, ലേശം ഗരം മസാല. ഞാൻ ഗരം മസാല എങ്ങനെയാ പൊടിക്കുന്നതെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒത്തിരി ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രം. ഗരം മസാല ഇല്ലാത്തവർക്ക് ചിക്കൻ മസാല ലേശം ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് യാതൊരു കാരണവശാലും കൂടി പോകരുത്. ഇനി ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ പാല്. ഈ പാല് കാച്ചിയ പാലോ പച്ചപ്പാലോ ഏത് വേണേലും എടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ബീറ്റ് ചെയ്ത് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. മുട്ടയ്ക്ക് എത്രയും നല്ലതുപോലെ അടിച്ച് പതപ്പിക്കുന്നോ അത്രയും നല്ല സ്പോഞ്ചായിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്ക് അടിച്ച് യോജിപ്പിക്കാം. നമ്മുടെ മുട്ട നന്നായിട്ട് കണ്ടോ പതഞ്ഞ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാം. നല്ലതുപോലെ പതച്ചടിച്ചെടുക്കണേ. അതിനുവേണ്ടി ഞാനിവിടെ തവയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ എന്തിലാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നോൺ സ്റ്റിക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വെക്കാം. അതിനുശേഷം അതിലേക്ക് ലേശം എണ്ണ, അതായത് സൺഫ്ലവറാണ് ഞാൻ ഒഴിക്കുന്നത്, ഒത്തിരി വേണ്ട. ഒഴിച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഇച്ചിരാക്കാം. ഞാൻ ഒഴിച്ച എണ്ണ ഇച്ചിരി കൂടിപ്പോയി, ഇത്രയും വേണ്ട കേട്ടോ. തീ ഞാൻ ഏറ്റവും കുറച്ചായിട്ടേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. തീ കുറച്ചിട്ടേ വേവിക്കാവേ, അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വേവില്ല, അടുക്കി പിടിക്കും. ഒന്ന് നോക്കാം. നമുക്കിത് തിരിച്ചിടാം. ഇപ്പോ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളതായത്. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം. വീണ്ടും ഇതുപോലുള്ള കുഞ്ഞു ഡിഷുമായി ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ബൈ. God bless you.